ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ ധന്യരായ ദൈവമക്കളെ, കർത്താവിൻ്റെ വചനം കേൾപ്പാൻ അതീവ തൽപരരായവരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസവും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ സന്ധിപ്പാൻ ദൈവം എനിക്ക് തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ജീവിതം വചനപ്രകാരം ക്രമീകരിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച് വിജയശ്രീ ലാളിതരായിത്തീരാൻ ദൈവത്താൽ നിയുക്തരാക്കപ്പെട്ടിരിക്കുന്ന, എന്നെ കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം ദൈവത്തിൻ്റെ വചനത്താൽ നമ്മെ എപ്പോഴും അലങ്കൃതരാക്കുന്ന മഹാദൈവത്തിൻ്റെ കരുണയ്ക്കും സ്നേഹത്തിനും ദൈവത്തെ ഒത്തിരി സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്തുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും സുപരിചിതമായിരിക്കുന്നൊരു വേദവാക്യത്തിൽ നിന്ന് ഒരാത്മീക ചിന്ത നമുക്കെല്ലാവർക്കും അനുഗ്രഹമാകേണ്ടതിന് പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിനാധാരമായി യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. കേട്ടുകേൾവിയുള്ള പരിചിതമായിരിക്കുന്ന നമ്മളിൽ പലരും വായിച്ചിട്ടുള്ള നമ്മുടെ ശ്രദ്ധയിൽ കിടക്കുന്ന വാക്യമാണത്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ വാക്യത്തെ ശ്രദ്ധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ബോധിപ്പിച്ച കാര്യം ദൈവാത്മാവിൽ ഈ വാക്യത്തിലൂടെ, ഈ വാചകങ്ങളിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. വേദപുസ്തകത്തിനകത്ത് ദൈവത്തിൻ്റേതായിരിക്കുന്ന ചില തത്വങ്ങളുണ്ട്. ഒരാൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ഒരാൾ ദൈവത്താൽ മാനിക്കപ്പെടുവാൻ, ഒരാളെ ദൈവം സഹായിക്കുവാൻ, ഒരാൾ ദൈവത്താൽ ഉയർത്തപ്പെടുവാൻ, ഒരാൾ സ്വർഗത്തിലെത്തുവാൻ, ഒരാൾ ദൈവിക ശുശ്രൂഷയിലോ ജീവിതത്തിലോ ദൈവം മുഖാന്തരം വിജയിക്കുവാൻ, പരിശുദ്ധാത്മാവ് വിഷയങ്ങളിൽ ഇടപെടുവാൻ, ഇതെല്ലാം ദൈവമായ കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് അനുഗ്രഹമായി തീരാൻ വേദപുസ്തകം പ്രതിപാദിക്കുന്ന ചില ഡിമാൻഡുകൾ, ചില പ്രത്യേകമായിരിക്കുന്ന തത്വങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട്. അത് നിങ്ങൾക്ക് ഭൂരിപക്ഷം ആളുകൾക്കും അറിയാമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ബൈബിൾ ഒരെണ്ണം മേടിച്ച് ബാഗിൽ വെച്ചുകൊണ്ട് നടന്നതുകൊണ്ടോ ഒരെണ്ണം വീട്ടിൽ വെച്ചതുകൊണ്ടോ കാലത്തും വൈകുന്നേരം അത് ഒരധ്യായം വായിച്ചതുകൊണ്ടൊന്നും അതിൻ്റെ തത്വങ്ങളിലേക്ക് നമ്മൾ എത്തുന്നില്ല. അതൊക്കെ നമുക്കറിയാനൊരു മുഖാന്തരമായിരിക്കാം. ഇതുപോലത്തെ ഒരു 10 മെസ്സേജുകൾ എല്ലാ ദിവസവും കേട്ടതുകൊണ്ടുമായില്ല. വേദപുസ്തകത്തിനകത്ത് നാം ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം ചെയ്യും. അതാണ് ബൈബിളിൻ്റെ ഒരു പൊതുവായ തത്വം. എത്രയോ വാക്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ടുണ്ട്. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, എന്നോടടുത്ത് വരുവീൻ, ഞാൻ നിങ്ങളോടും അടുത്തു വരാം. അപ്പോൾ ദൈവമായ കർത്താവ് ആഹ്വാനം ചെയ്യുക, നമ്മളൊരു സ്റ്റെപ്പ് വയ്ക്കണം. നാം ദൈവത്തോട് അടുക്കുമ്പോൾ, അതിന് മനസ്സ് വയ്ക്കുമ്പോൾ, അതിന് തയ്യാറാകുമ്പോൾ, അത് നാം നിർവഹിക്കപ്പെട്ട് കഴിയുമ്പോൾ സർവശക്തനായ ദൈവം നമ്മളോട് അടുത്ത് വരികയാണ്. അപ്പോൾ നമ്മളൊരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ സ്വർഗം നമ്മളിലേക്ക് അടുത്തു വരാൻ ഇടയായിത്തീരുന്നു. ഇതുപോലെ ഓരോരോ കാര്യങ്ങൾക്കകത്തും ദൈവിക ഡിമാൻഡുകളുണ്ട്. ദൈവത്തിൻ്റെ ആവശ്യകത, മനുഷ്യനോട് ആവശ്യപ്പെടുന്ന വ്യവസ്ഥകളുണ്ട്. ഇവിടെ ഈ വാക്യത്തെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക. അതാണ് ഇന്നത്തെ ഹെഡിങ്ങായി കൊടുത്തിരിക്കുന്നത്. ഇന്ന് നിൻ്റെ ദിവസമാണ്, നാളെ ദൈവത്തിൻ്റെ ദിവസമാണ്. ഈ വാക്യത്തെ ആധാരമാക്കിക്കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു ടൈറ്റിൽ ഉണ്ടാക്കിയത്. ഇന്ന് നമ്മുടെ ദിവസമാണ്. ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുക. ഒരു ദൈവം മാറി എന്ന് നോക്കുക. ഇന്ന് ദൈവം നമ്മോട് പറയുക, നീ കയ്യും കെട്ടി ചുമ്മാ കാത്തിരുന്നു, നാളെ ഞാൻ വരാമെന്നല്ല. അങ്ങനെയല്ലല്ലോ വാക്യം. ഇന്ന് നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുക. ഇന്ന് നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ, നമ്മെ തന്നെ ഒരുക്കാൻ, ശുദ്ധീകരിക്കുക എന്നൊക്കെ പറയുന്ന വാക്ക് പെട്ടെന്ന് ഈ ആത്മീക വിഷയം അങ്ങ് പറയുമ്പോഴേക്കും ഷോക്കടിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാരോട് പറയുമ്പോൾ തന്നെ എപ്പോഴും ഒരു പ്രാർത്ഥന, എന്തു പറഞ്ഞാലും ഒരു ഉപവാസം, അങ്ങനെ പറയുന്ന ആൾക്കാരില്ലേ, ദഹിക്കാത്ത ആൾക്കാരാണ്.
എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ പറയുന്ന പോലെ വെള്ള ഉടുപ്പിടുക എന്നാണോ? ഇതാണോ? ഇതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ തന്നെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചെന്നറിയാമോ? ദൈവത്തിന് എന്നിൽ പ്രവർത്തിക്കാൻ ഞാൻ എന്നിൽ തന്നെ ഒരു ഇടമുണ്ടാക്കി കൊടുക്കുക. എന്നിൽ ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ, ദൈവം എൻ്റെ ജീവിതത്തിൽ വരണമെങ്കിൽ, കർത്താവ് എന്നെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ, എന്നിൽ വന്ന് എൻ്റെ ദൈവം ഇരുന്ന് ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഞാൻ എന്നെ തന്നെ ഒരുക്കി ദൈവത്തിന് കൊടുക്കണം. ശുദ്ധീകരണം എന്ന വാക്കിന് അത്രേ അർത്ഥമുള്ളൂ. അല്ലാതെ ആരോടും മിണ്ടാതെ കറുത്ത തുണി കൊണ്ട് വാ മൂടിക്കെട്ടി ഇനി ആരുമായിട്ട് മിണ്ടാതെ ആരെ കണ്ടാലും മുഖം തിരിച്ച് കടന്നു പോകി നമ്മളിനി ഒരു അന്യഗ്രഹ ജീവിയെപ്പോലെ, പർവ്വതവാസിയെപ്പോലെ നാട് വിട്ടുപോയി ബന്ധങ്ങളെ മുറിച്ച് മാറ്റി. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമല്ല ഈ പറയുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങി പുറകിൽ ഒരു ചാർത്ത് വെച്ച് കെട്ടി ആരുമായിട്ട് സമ്പർക്കമില്ലാതെ അതിനകത്ത് ചാക്ക് വിരിച്ച് കിടക്കുന്നതാണെന്നൊന്നും അങ്ങനെയൊന്നും അല്ല വേദപുസ്തകത്തിൻ്റെ ശുദ്ധീകരണം. നിങ്ങൾക്ക് ഇത്രയും ചിന്തിക്കാൻ പറ്റുമോ? എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ എന്നെ തന്നെ ഒന്ന് ഒരുക്കി കൊടുക്കുക. ഏത് കാര്യത്തിനൊരു ഒരുക്കം വേണമല്ലോ. 2 കിലോ വിത്ത് സർക്കാർ ഫ്രീ ആയിട്ട് തന്നാൽ ചുമ്മാ കിട്ടിയതാണെന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ കാട്ടിക്കൊണ്ട് കളയാൻ പറ്റിയല്ലോ. അതൊരു വയലിൽ വിതയ്ക്കേണ്ടതാണെങ്കിൽ ആദ്യം വയൽ ഒരുക്കണ്ടേ? അങ്ങനൊരു വാക്ക് തന്നെയില്ലേ, ഒരു ഒരുക്കം. അടുക്കളയുടെ പുറകിൽ ഒരു പുരയിടത്തിൽ നടേണ്ടതാണെങ്കിലും പുറകിൽ കപ്പ നടാനാണെങ്കിലും ഒരു തടമെടുത്തൊരു കൂന കൂട്ടണ്ടേ? അതില്ലാതെ എങ്ങനെയായി കമ്പ് കൊണ്ട് നടുന്നത്? അപ്പോൾ എല്ലാറ്റിനും ഒരു ഒരുക്കം, ഒരു ചെത്തിയൊതുക്കൽ, ഒരു വെട്ടിത്തെളിക്കൽ, ഒരു ചവിട്ടിക്കുഴയ്ക്കൽ, ഇതൊക്കെ ഈ കൃഷിക്കാരുടെ ഇടയിൽ പോലും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് സർവശക്തനായ ദൈവത്തിന് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി ദൈവം നമുക്കൊരു ദിവസം തരികയാണ്. ഇന്നത് കേൾക്കുമ്പോൾ ഒരു ദിവസം ദൈവം തരിക. ഇന്ന് രാവിലെയാണോ നിങ്ങളിത് കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല. പലരും പല സമയത്താണ്, പല ടൈം സോണുകളിലാണ്. ചിലരൊക്കെ രാത്രി കിടക്കാൻ നേരത്തായിരിക്കാം, ചിലരൊക്കെ ഉച്ചയ്ക്ക് പണിയെല്ലാം കഴിഞ്ഞിട്ടായിരിക്കാം, ചിലരൊക്കെ രാവിലെ ജോലിക്ക് പോകുമ്പോൾ വണ്ടിക്കകത്ത് ഡ്രൈവിങ്ങിനിടയിലായിരിക്കാം, ചിലരൊക്കെ രാവിലെ എഴുന്നേറ്റ് വന്ന് അതിരാവിലെ തന്നെ ആയിരിക്കാം. എനിക്കറിയില്ല നിങ്ങളെപ്പോഴൊക്കെ അത് കേൾക്കുന്നതെന്ന്. എന്താണെങ്കിലും സ്വർഗം പറയുന്നു, ഒരു ദിവസം നിനക്ക് ഞാൻ തരികയാണ്. ഒരുപാട് ദിവസമൊന്നും വേണ്ടെന്നേ. ഒരു 6 മാസം നിന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടി മാറ്റിയിടുന്നു. 6 മാസം കഴിയട്ടെ നോക്കാം എന്നല്ലല്ലോ ഇവിടെ വാക്യം. ശരിയാവോ നോക്കട്ടെ, നന്നാവോ നോക്കട്ടെ, 6 മാസം നോക്കട്ടെ, എന്നിട്ട് ഞാൻ അതിശയം പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം എന്നല്ലല്ലോ ഇവിടെ എഴുതിയത്. ഇന്ന് നിങ്ങളെ തന്നെ, നാളെ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇന്നല്ലേ ഈ പറയുന്നേ. ഇന്ന് എന്നൊരു വാക്ക് അവിടെ ഇല്ലെങ്കിലും നാളെ എന്ന് വന്നതുകൊണ്ട് പറയുന്നത് ഇന്നാന്ന് ഗ്രഹിക്കാൻ എനിക്കധികം പാടൊന്നുമില്ല. ഇന്നത്തെ ദിവസം ദൈവം എനിക്ക് തരിക. ഇതിപ്പോൾ നാളെയാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിലും നാളെ കഴിഞ്ഞാൽ കേൾക്കുന്നതെങ്കിലും ഇത് കേൾക്കുന്ന ഈ ദിവസം ദൈവം നിനക്ക് തരിക. നിന്നെക്കൊണ്ടാകുന്നിടത്തോളം നിന്നെ അങ്ങ് ശുദ്ധീകരിക്കേ. നിന്നെക്കൊണ്ടാകുന്നിടത്തോളം നിന്നെ അങ്ങ് ഒരുക്ക്. ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളത്തിൽ നിന്നും, മനസാക്ഷിക്കകത്ത് നിന്നും, മനസ്സിനകത്ത് നിന്നും, ബുദ്ധിമണ്ഡലത്തിനകത്ത് നിന്നും, നിൻ്റെ ശരീരത്തിൽ നിന്നും, നിൻ്റെ വീട്ടിൽ നിന്നും, നിൻ്റെ ബെഡ്റൂമിൽ നിന്നും, നിൻ്റെ മൊബൈലിൽ നിന്നും എന്ന് വേണ്ട എവിടെ നിന്നൊക്കെയാണോ അഴുക്ക് നീക്കിക്കളയേണ്ടത്. അഴുക്കെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ദൈവം തമ്പുരാൻ ഇഷ്ടമില്ലാത്തത്, സർവശക്തന് ഹിതമില്ലാത്തത് എവിടെ നിന്നൊക്കെയാണോ നീക്കിക്കളയേണ്ടത് അതെല്ലാം ഇന്നങ്ങ് നീക്ക്. ഇന്ന് അതെല്ലാം അങ്ങ് നീക്കിക്കളഞ്ഞാൽ, ഇന്നങ്ങ് ശുദ്ധീകരിച്ചാൽ ദൈവം പറയുന്നു, നാളെ എൻ്റെ ദിവസമാണ്. നാളെ ഞാനാ പ്രവർത്തിക്കുന്നത്. നാളെ നീ ഒന്നും ചെയ്യണ്ട. നാളെ നീ ഒന്നും ചെയ്യണ്ട. ഇന്ന് നീ ചെയ്യ്. നീ ആദ്യം നിന്നെ തന്നെ വെടിപ്പാക്ക്. നീ ആദ്യം നിന്നെ തന്നെ ഒരുക്ക്. ഇന്ന് നീ ഇരുന്ന് പ്രാർത്ഥിക്ക്. ഇന്ന് നീ ദൈവത്തിൻ്റെ കണ്ണിലേക്ക് നോക്ക്. ഇന്ന് നീ കുറച്ചു നേരം ഒന്നുറങ്ങിയിട്ട് എഴുന്നേറ്റിരുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കരയ്. ഒന്നോടെ എന്നെ കഴുകാൻ പറ. ഇന്ന് നീ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്. ഇന്ന് നീ ക്ഷമിക്കേണ്ടത് ക്ഷമിക്ക്, വിട്ടുകളയേണ്ടത് വിട്ടുകള. ഇന്ന് നീ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന്, ഇല്ലപ്പാ ഇനി ഞാനത് ചെയ്യില്ല, ഇനി ആ വഴിക്ക് തിരിയില്ല എന്ന് ദൈവത്തോട് പറ. ഇന്നത്തെ ദിവസം നിനക്ക് തന്നിരിക്കുകയെന്ന് കർത്താവ് ഒരു പ്രത്യേക വെളിപ്പാടിൽ ഈ വാക്യത്തിലൂടെ എന്നോട് പറഞ്ഞു. ഇന്ന് ഞാൻ നിനക്ക് തരിക. നീ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ കാണട്ടെ. ഇന്നത്തെ
24 മണിക്കൂർ, ഇത് കേൾക്കുന്ന നിമിഷം മുതൽ 24 മണിക്കൂർ നിനക്ക് തരിക. ഈ 24 മണിക്കൂർ കൊണ്ട് ഇത് കേട്ടിട്ടങ്ങ് തള്ളിക്കളയോ, ഫോൺ അങ്ങ് മാറ്റി വയ്ക്കുകയോ, അതെയോ നീ നിന്നെ തന്നെ ഒരുക്കുകയോ ദൈവം കാത്തിരിക്കുക. ഇന്ന് നിനക്ക് തരുന്നു. നാളെ എൻ്റെ ദിവസമാണ്. നാളെ ഞാനാ തീരുമാനിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം. അതിശയമെന്ന് എഴുതിയിരിക്കുന്നത്, അതിശയത്തിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല ബ്രദറേ. നിനക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്ന അതിശയത്തിനകത്ത് എന്താണെന്ന് എനിക്കറിയില്ല സഹോദരി. കർത്താവ് പറയുന്ന വാക്ക് ഞാൻ അക്ഷരം പ്രതി ദൈവാത്മാവിൽ പറയുന്നു. ഇന്ന് നിനക്ക് തരുന്നു. ഞാൻ ആ പറയുന്ന അർത്ഥം ഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം ഞാൻ നിനക്ക് തരുന്നു. ദൈവം പറയുന്നു ഇന്ന് നിൻ്റെ ദിവസമാണ്. നീ എന്ത് വേണമെങ്കിലും ചുമ്മാ കിടന്ന് തിന്നിട്ട് ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോ. ബാക്കി ഞാനല്ലേ തീരുമാനിക്കുന്നത്. മുട്ടയിലിരുന്ന് കരയണമെങ്കിൽ കരഞ്ഞോ. ഒരു മടങ്ങി വരവ് വേണമെങ്കിൽ മടങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. ഒരുങ്ങിക്കോ. ചില കാര്യങ്ങൾ വിട്ട് കളഞ്ഞോ. ചിലതൊക്കെ വേണ്ടെന്ന് വെച്ചോ. ഇന്ന് ദൈവം നിനക്ക് തരുന്നു. നാളെ ഞാൻ പ്രവർത്തിക്കും. നാളെ എൻ്റെ ദിവസമാണ്. അതിശയത്തിൻ്റെ ദിവസമാണ്. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസമാണ്. അതെന്തായിരിക്കുമെന്ന് പറയാനൊക്കില്ല. നിൻ്റെ ഒരുക്കം ഒന്ന് കാണട്ടെ. നിൻ്റെ ശുദ്ധീകരണം ഒന്ന് കാണട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ചെയ്യാൻ. ഒരു കാര്യം കൂടെ, ഈ ജനം കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടൊന്നും അല്ല കേട്ടോ. മേഘത്തിൻ്റെ കീഴെ മന്ന മാത്രം തിന്ന് ദൈവത്തിൻ്റെ തണലിൽ വന്നവരാ. അവരോടാ പറയുന്നത്, ഒന്നോടെ ശുദ്ധീകരിച്ചോ അതിശയം കാണാൻ. ഞാനീ പറയുന്നത് ദൈവമില്ലാത്തവരോടല്ല, ദൈവത്തെ മറന്നവരോടുമല്ല, പക്വതയും പാകതയിലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരോടാ. അവരോട് തന്നെ പറയുന്നു, ഒന്നോടെ ശുദ്ധീകരിച്ചോ വിചാരിക്കാത്ത അത്ഭുതം കാണാൻ. ഒന്നോടെ ഞാൻ പറയട്ടെ, ഇന്ന് നിൻ്റെ ദിവസമാണ്. നാളെ ദൈവത്തിൻ്റെ ദിവസമാണ്. കാണാം, കണ്ടറിയാം ദൈവത്തിൻ്റെ അതിശയങ്ങളെ. വിശ്വസിക്ക്. ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇങ്ങനൊരു തത്വം തിരുവെഴുത്തിലുള്ളതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് വിട്ടു തന്നിരിക്കുക. ഒരുങ്ങാനും സമർപ്പിക്കാനും പ്രാർത്ഥിക്കാനും കരയാനും ഏറ്റുപറയാനും എല്ലാം നാളെ എൻ്റെ ദൈവത്തിൻ്റെ ദിവസമാണ്. അപ്പാ, അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. നാളെ ദൈവത്തിൻ്റെ ദിവസം. അങ്ങ് പ്രവർത്തിക്കും, മഹത്വമെടുക്കും, കൃപയിൽ താങ്ങും. ഇത് കേട്ട ജനം ഏതുവിധം ഒരുങ്ങുമെന്ന് എനിക്കറിയില്ല. അവരെ തന്നെ ശുദ്ധീകരിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.